കുറച്ച് നാളായി പറഞ്ഞു. ഇതാ വലിയ ഉരുളി കൊണ്ട് കിട്ടോ. എന്റെ ഈശോയെ ഒന്ന് വാടച്ചു വെക്കുന്നേ. ആശ്രയിരിക്കണ പോലെയല്ല വായി തുറന്നിരിക്കണത്. അയ്യോ ഇതാ അര പോരെ നന്നായിട്ടുണ്ടല്ലോ. ഇതെന്താണ്? കരിപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഇതാണ് ഇവിടെ കരി വെക്കുന്ന പെട്ടി. കരിപ്പെട്ടി. എടോ പണ്ടാരമേ, കരിപ്പെട്ടി ചക്കര എടുക്കാനാ. ചക്കരക്ക നിങ്ങൾ കരിപ്പെട്ടി എന്ന് പറയാ. അപ്പൊ പഞ്ചാരക്ക് എന്താ പറയാ? വെള്ളപ്പെട്ടിന്നാ. ഇക്കണക്കിന് കുന്തിരിക്ക കൊടുക്കാൻ പറഞ്ഞ താൻ കുന്ത ഉരുക്കി കൊണ്ടുവരുമല്ല. ഈ കരിപ്പെട്ടി എടുക്കാൻ ഏൽപ്പിച്ചത്. അമ്മു, ഈ കരിപ്പെട്ടി എവിടെ ഇരിക്കാ? ചക്കരേ, അവളെ ഇപ്പൊ ഒന്നിനും വിളിക്കണ്ട. ചക്കരൊക്കെ ഞാൻ എടുത്തോ. നീ എന്ന് ആ ആടലോടൊന്നും കൊണ്ടുവന്നിട്ടുണ്ടോ നോക്ക്. ആട് ഒരു ലോഡാ? അറ്റമാംസ രസായനത്തിനാ? എന്തേ കൺഫ്യൂഷനായ? ഓമനക്കുട്ടേട്ടാ, എന്തോ ഇത്തിരി നെല്ലിക്ക് അപ്പുറത്ത് കൊണ്ട് കൊടുക്കുവോ? പിന്നെ തന്നേക്ക്. ഇവിടെ ഇരിക്കുന്നു. ഇതാ ഈ ചക്ക. ഇതൊരുമാതിരി കൊലച്ചെറിയായി പോയിട്ടാ. നെല്ലിക്കെന്ന് പറഞ്ഞപ്പോ 5-6 ഉണ്ടാവുന്നു ഞാൻ വിചാരിച്ചു. ഇതൊരു ചാക്കണ്ടല്ല. താങ്ങി ഇതാണോ താങ്ങ്? ഇതിന് കഴിഞ്ഞ ഒറ്റക്ക് താങ്ങായിരുന്നു. ഇത് ഒരു ചാക്കിനകത്ത് 2 ചാക്ക് നെല്ലിക്ക കുത്തിക്കയറ്റി വെച്ചേക്കാനല്ല. ഒടുക്കത്തെ കാനും. മാഷെ കൈപ്പുണ്യം എന്ന് പറയുന്നത് എന്താ വെച്ചോ? മാഷെ അടുപ്പേ കയറാനുള്ളതെല്ലാം കയറിയല്ലോ. അച്ഛന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനി തല പൊതിച്ചിട്ടുള്ള സാധനങ്ങൾ ഏർപ്പാടാക്കിക്കൊള്ളൂ. ഓമനക്കുട്ട, ആ തല പൊതിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോളൂ. തല പൊതിക്കാനാ? കമ്പിപ്പാരം. ബ്രദർ, തേങ്ങ പൊതിക്കുന്ന പോലെ തല പൊതിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. തല പൊതിയാനുള്ള മരുന്നുകളെല്ലാം ഇങ്ങെടുക്കാനാണ് പറഞ്ഞത്. ഇവന്റെ തലയിൽ നെല്ലിക്ക ചാക്കല്ല, നെല്ലിക്ക തളമാണ് വെക്കേണ്ടത്. അതിലും വലിയൊരു തളം എന്റെ തലയിൽ കെട്ടി വെച്ചിട്ടുണ്ടല്ല. ഇവിടുത്തെ പെൺതളം. അത് സ്ത്രീധനം പോലും തരാണ്ട്. തളിരില്ല മാത്രമേ പാടുള്ളൂ. ഒരു പാമ്പിനെ കിട്ടിയിരുന്ന ഈ പാല് കൊടുത്ത് വളർത്തായിരുന്നു. പിച്ചക്കാരൻ എന്തെങ്കിലും കൊടുക്കാ കൊടുക്കാൻ തരാം. ധാര തുടങ്ങാൻ പോകുകയാകുന്നു. ധാര, ജലധാര. അത് അച്ഛന്റെ ആര. എന്താണ് വലിയ സംസാരിക്കണ്ടില്ലേ? അതിന്റെ ഒഴിക്കുക. ഇരിക്കാനൊന്നും എനിക്ക് തരില്ല. എനിക്ക് വെട്ടിട്ട് പോണം. ജയറാമിന്റെ ഒരു സിനിമയില് ഇതുപോലെ സംസ്കാരം എന്ന് പറഞ്ഞിട്ട് കുറെ വാഴ കിട്ടി. ഇന്നലെ സീനുണ്ട്. എത്ര നല്ല കുട്ടിയാ. അമ്മ വെള്ളം ഒഴിച്ച എനിക്ക് പനി വരില്ല. മാർദി മാർദി ഉണ്ടാ പക്രു. അപ്പൊ അതായിരുന്ന കാര്യം. മീൻകാരൻ വന്നു. ഓ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു ലോക സിനിമയില്? ഡോക്ടർ അല്ല, ബെസ്റ്റുകാരൻ പെണ്ണിനെ നഷ്ടപ്പെട്ട ആദ്യത്തെ കാമം. കണക്ക് മുഴുവൻ ഇതിലുണ്ട്. മാർക്കറ്റിൽ നിന്ന് കാശ് കിട്ടിയില്ല. മാഷ കണ്ടാടോ? പഞ്ചവരുടെ മാഷ കണ്ടാടി? അവിടെ ഉണ്ടാവും. എന്റെ മാഷ് ഇവിടെ വന്ന് നിൽക്കണം. ഇവിടെ നെല്ലിമരം ഉണ്ടാ? മാവ, പ്ലാവ, തേക്ക. ഇതൊക്കെ എന്ത് മരുന്നുണ്ടാക്കാനാ? മരുന്നുണ്ടാക്കാനല്ല, വെട്ടി വിക്കട്ടി വരും. നല്ല ചെലവുള്ള കേസാണ്. അൺട്രോയർ വള്ളി പമ്പക്കി മറ്റും പാമ്പാട്ടി നീ ഹായ് വന്നല്ലോ കുരിശുമാല. ഈ മിഠായി കഴിച്ചോളൂ. ഇത് മിഠായിയല്ലല്ലോ, ഗുളികയല്ലേ? ഇത് കഴിച്ചോളൂ. പകുതി കഴിച്ചാൽ മതി. ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ? ഇങ്ങനെയാണെങ്കി 3, ഇങ്ങനെയാണെങ്കി 0. ഒന്നും അറിയില്ല. മരുന്ന് മിഠായിന്ന് പറഞ്ഞു വന്നിരിക്കാം പോങ്ങൻ.
നോക്കണ്ട ഇയാളാ. പള്ളിയിലച്ഛനെ പോക. ഈ ഗുളിക കഴിക്കൂ. കഴിക്കില്ല. അങ്ങനെ പറയരുത്, കഴിക്കരുത്. കഴിക്കൂ. അങ്ങനെ പറയും, കഴിക്കില്ല. ഒന്നുമില്ല. ദേ ഈ ഗുളിക ഇങ്ങനത്തെ വേഗം ആയിക്കോട്ടെ. എന്ത് വേണം? ഇഴങ്ങി. മിടുക്കൻ. വിഴുങ്ങി. രോഗിക്ക് മരുന്ന് കൊടുക്കാൻ എന്തെല്ലാം ടെക്നിക്കലാണ് കർത്താവ് പ്രയോഗിക്കേണ്ടത്. ഇത് കൂടി കളഞ്ഞേക്ക്. അച്ഛൻ ഞാനൊരു സംശയം ചോദിക്കും. ഇവരാണ് ബുദ്ധിയില്ലെന്ന് പറഞ്ഞത്. നല്ല ബുദ്ധിയാ. കേട്ടാ, അച്ഛൻ കല്യാണം കഴിച്ചാടാ? ഇല്ല. അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കണു? ചോറും കറിയൊക്കെ ആരാ വച്ചായിരുന്നേന്ന്? അതാണോ ഉദ്ദേശിച്ചത്? അച്ഛൻ്റെ ക്ലാസിക്. ദാദായി മരുന്ന് കഴിച്ചേ. അച്ഛൻ നന്നാ കഴിക്കില്ല. മോനെ. ആ ഈ അച്ഛനാണ്. വെള്ളം എടുത്തേ, വെള്ളം എടുത്തേ. എങ്ങനെയുണ്ട്?